നാംഡോക്ക് മാവാണ് കാണട്ടോ. നിറയെ കാശ് നിൽക്കുന്ന നാംഡോക്ക് മാവാണ് കാണുന്നത്. അവിടെ ഇവിടെയൊക്കെ നാംഡോക്ക് കാശ് നിൽക്കുന്നുണ്ടല്ലേ. അതൊരു പോറിൽ പോലും ഇല്ലാതെ നല്ല വൃത്തിയിൽ മാങ്ങ കാശ് നിൽക്കുന്ന ഒരു അടിപൊളി മരം കാണുന്നത്. ഇതിന്റെ മുകളിലൊക്കെ ഉണ്ട്, ഇതിന്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ. നാംഡോക്കിന്റെ തന്നെ വേറൊരു മരം കണ്ടോ, ഇതിന് നല്ലോണം കാശ് നിൽക്കുന്നുണ്ടല്ലേ. ഇനിയും ഇത് വലുതാവും. ഇവിടെയൊക്കെ കണ്ടില്ലേ, സൂപ്പർ മരത്തില് അടിപൊളിയായിട്ട് കാശ് നിൽക്കണ്ടോ. എത്ര എണ്ണം ഉണ്ട് ഇത്. അപ്പം ഞാൻ വീണ്ടും തങ്കത്തിൽ അഗ്രോ ഫാമിൽ എത്തിയുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാവുകളൊക്കെ നല്ല പൂത്ത് നിൽക്കുന്നതും അതുപോലെ കായപ്പിടുത്തം വന്നിട്ടുള്ള മാവുകളാണ് ഏറെക്കുറെ ഇവിടെ കാണുന്നത്. അതും ഈ ഫാമിൽ തന്നെ വെച്ചിട്ടാണ് ഇവർ ഇത്രയും സംരക്ഷണം കൊടുത്തിട്ടാണ് ഇത്രയും പ്ലാന്റുകളൊക്കെ നല്ല ഫ്ലവറും കായം വന്ന് നമുക്കിവിടെ കാണുന്നത്. അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഷൗക്കത്ത് ഇവിടെ കൂടെ ഉണ്ട്. ഷൗക്കത്ത് നമ്മൾ ഏതാണ് ഇവിടെ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒക്കെ ഫ്ലവർ ആണ്. ഇപ്പൊ ഒക്കെ നന്നായിട്ട് മാങ്ങ പിടിച്ച് മാങ്ങയൊക്കെ വലുതായി വന്നു. ആദ്യം നമുക്ക് ലോകത്തിലെ ഏറ്റവും വില കൂടിയതെന്ന് അറിയപ്പെടുന്ന മിയാസാക്കി തന്നെ ആയിക്കോട്ടെ. മിയാസാക്കിന്റെ ഒരു സൂപ്പർ മരം കണ്ടില്ലേ, ഇതില് കാഴ്ച നിൽക്കുന്നതാ. അടിപൊളി മാങ്ങ, തറവാടി സ്വഭാവം കാണിക്കുന്നത്. അതെ അതെ, അത് നല്ല വൃത്തിയില് പിന്നെ കൊലയായിട്ട് പിടിച്ചു നിൽക്കുന്നത് അവിടെയൊക്കെ ഉണ്ട്. നീ ഈ ഭാഗത്തേക്ക് ക്യാമറ ഇങ്ങോട്ടോ, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. മേലക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ചിലപ്പോ വീഡിയോ കാണാൻ സാധ്യത കുറവ്. ഇവിടെ ഒക്കെ ഉണ്ട് മേലക്കൊക്കെ എല്ലാം നന്നായിട്ട് ഫ്ലവറും വന്നിട്ടുണ്ട്, നല്ലോണം കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇത്രയൊരു സൈസ് മരത്തിലാണ് ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത്. ഇത് ഇനി വലുതാവൂലേ? ഒരുപാട് വലുതാവും. അപ്പൊ നിറയെ ഇനിയും വരും. ഫസ്റ്റ് ടൈം കായ്ക്കല്ലേ, നല്ല മാങ്ങ പിടിച്ചിട്ടുണ്ട്. മിയാസാക്കി നല്ല മാങ്ങ പിടിക്കുന്നുണ്ട് ഇവിടെ. നല്ല പൊടിയിലൊക്കെ ഉള്ള അന്ന് കണ്ടില്ല, പൂത്തൊലച്ചത്. അതിലൊക്കെ ഇപ്പൊ നിറയെ മാങ്ങ ആയിട്ടുണ്ട്. ഇത് ആർട്ടിയുടെ നല്ല മാങ്ങ പിടിച്ച ഒരു പ്ലാന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നീ വന്ന് നമ്മളെ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചാൽ നിറയെ പൂത്തൊലച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടോ, നല്ല നല്ല കൊലയായിട്ട് മാങ്ങ പിടിക്കുന്നുണ്ട്. കണ്ടോ മുകളിലൊക്കെ നോക്കൂ. ഇതേ തരത്തിലുള്ള ഇതൊക്കെ നമ്മുടെ ജംബോ പ്ലാന്റുകളാണ്. ഇതേ തരത്തിലുള്ള തൊട്ടപ്പുറത്ത് അടുത്ത പ്ലാന്റ് നിൽക്കുന്നുണ്ടോ, ഇതൊക്കെ നല്ല കടവണ്ണുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റുകളാണ്. നമ്മള് പിടിക്കുമ്പോ ഫ്ലവർ ആണ്. അതാ മാങ്ങായി. ഇനിയുണ്ട് പുറത്തൊക്കെ ധാരാളം ഉണ്ട്. ഈ കാണുന്ന സെക്ഷൻ ഫുള്ള് ആർട്ടിവിറ്റ് ആണ്. ഇതിന്റെ ഇതൊന്ന് മോട്ടോ ഒന്ന് കാണിച്ചോ ജൽദി. ഇത് ഇവിടെ കേട്ടോ, കണ്ടോ, ഇതൊക്കെ ആർട്ടിവിറ്റ് ആണ്. അതിന്റെ കൈ ഉണ്ടോ, നല്ല കടവണ്ണുള്ള സൂപ്പർ മരങ്ങളെ. അതിലൊക്കെ കായപിടുത്തം വരുന്ന മരങ്ങളാണ്. ആർട്ടിറ്റു മാങ്ങ എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല സൈസുള്ള മാങ്ങ കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ചെയ്ത് ഒരുപാട് ഇവിടെയൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഒരേ ബാച്ചാണ് എല്ലാം ചെയ്യുന്നത്. നമ്മള് മാങ്ങണ്ടോ, ഇതിലുണ്ട് ഫ്ലവർ. ഇതിലൊക്കെ മാങ്ങ പിടിച്ചോ. അപ്പൊ ആർട്ടിറ്റിന്റെ ഇത്രയും വലിയ മാവുകളൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യക്കാര് നമ്മളെ തങ്കത്തിൽ അഗ്രോ ഫാമിൽ വന്നിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡെലിവറി സംവിധാനം വരുന്നില്ലേ? എല്ലാം ഉണ്ട്. ഓൾ കേരള ചെയ്യുന്നത്. കൊലയായിട്ട് ഇവിടെയും പിടിച്ചു. നമ്മൾ ആ റോട്ടിൽ പിടിച്ചു. അതേപോലെ അതിലപ്പുറത്ത് കൊമ്പിലുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മാങ്ങ കായ്പിക്കാൻ വേണ്ടി മരുന്നോ അല്ലെങ്കിൽ മറ്റുള്ള വെള്ളം കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇതിന്റെ തൈന് ഡാമേജ് വരികയാണ്. കറണ്ടും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വെള്ളമൊക്കെ ഡ്രൈ ആക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാരണം ഞങ്ങൾ നന്നായിട്ട് വെള്ളം കൊടുക്കുകയാണ് ചെയ്യാറ്. ഇത് ഏത് വെറൈറ്റിയാ? നമ്മളെ റെഡ് ഐവറിന്റെ നമ്മളെ ജംബോ പ്ലാന്റ്. ഹെവി എന്ന് കാണിച്ചു കൊടുത്തത് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇതിപ്പോ എത്ര പ്രായമായി ഈ മരങ്ങളൊക്കെ? ഇതൊക്കെ ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമൊക്കെ. പിന്നെ നമ്മളിത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ ഫ്ലവർ ചെയ്യാൻ മെഡിസിനും ഇല്ല. അതുപോലെ തന്നെ പിന്നെ വെള്ളം പോലും കമ്മിയാക്കില്ല. മുളക് തഴുത്ത് വരികയാണ്, ഒന്നായിട്ട് തഴുത്ത് വരുന്നുണ്ടോ. വെള്ളം കമ്മിയാക്കിയാൽ ഇത്രയും ചെറിയ ഈ കവറിൽ ഇത്രയും വലിയത് നിൽക്കുമ്പോൾ എണ്ണത്തിൽ ഒരുപാട് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പിന്നെ ഉണക്കവും കാര്യങ്ങളും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് വെള്ളം പോലും നമുക്ക് കമ്മിയാകും. മാവ് പൊതുവെ കായ്ക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അംശം കമ്മിയാക്കണം, വെള്ളം കൊടുക്കൽ കമ്മിയാക്കണം. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് മോട്ടർ വെച്ച് നനച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ചോട്ടിലൊക്കെ വെള്ളം നിൽക്കണമൊക്കെ ഇത്രയും വെള്ളം നില നനച്ചത് ഇനിയിപ്പോ വരും അടുത്ത്. അതിനകത്ത് നമ്മൾ ഡ്രൈ ചെയ്യുന്നില്ല. നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിന്റെ ആട്ടുംകാട്ടാണ്. ആട്ടുംകാട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇതിപ്പോ നമ്മൾ കൽക്കത്തന്നോ ഇവിടുന്ന് കൊണ്ടുവരുന്ന പോലെയല്ല, നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ വളർത്തിയ തൈകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മണ്ണിലേക്ക് സെറ്റ് ആകാൻ എളുപ്പമുണ്ട്. ഈ കാണുന്ന കംപ്ലീറ്റ് ഇതല്ലേ? എല്ലാം റെഡ് ഐവറി അല്ലേ?
അപ്പോ റെഡ് ഡൈവറിന്റെ വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. ഓരോ വെറൈറ്റി നമുക്ക് മാവുകളുടെ എന്തെല്ലാം വെറൈറ്റി കിട്ടും അതൊക്കെ നമുക്ക് തങ്കയത്തിൽ കിട്ടുക. അത് വലിയ വലിയ സൈസുകളാട്ടോ. ഇങ്ങോട്ടൊക്കെ എല്ലാം ഇതൊക്കെ കുറെ ബുക്ക് ചെയ്ത് പോയതാണ്. ഇപ്പൊ MG അതൊക്കെ എഴുതി കിടക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഓരോ ആളുകൾ കുറെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയർ കെട്ടിയതും ഒക്കെ അതിനകത്ത്. ഇതൊക്കെ നോക്കാം. ഒന്ന് ഒന്ന് വണ്ണം കാണിച്ചു കൊടുത്തൊക്കെ. സൂപ്പർ അതൊക്കെ പ്ലാന്റുകളാട്ടോ. തന്നെ എല്ലാം ഫുള്ള് മരങ്ങളാണ്. ഈ ബുഷായ ടൈപ്പ് വേണമെങ്കിൽ അതുകൊണ്ട് ഇതിൽ തന്നെ നോക്കാം. ഇങ്ങോട്ട് കാണിച്ചു. ഈ കാണുന്നതല്ലേ? ഇതുപോലെ ഇതൊക്കെ ഇതുപോലെ ഹൈറ്റ് ബുഷായിട്ടുള്ള കുറഞ്ഞ മരങ്ങളാണ്. ബുഷ് ഏത് തരത്തിലുള്ളതുണ്ട് ആള്. അടിപൊളി മരങ്ങൾ ഏതാണ്ട് അതൊക്കെ നല്ല അടിപൊളി ബുഷായിട്ടുള്ള മരമാണ്. സൂപ്പർ ക്യൂൺ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി മാവാട്ടത്. ഇത് ഹെവി പ്ലാന്റ് ആട്ടോ. നല്ല വലിയ മരങ്ങളാണ്. ഇതിന്റെ കടവണ്ണൊക്കെ കണ്ടാൽ തന്നെ പറയാൻ പറ്റും നമുക്ക് അത്രയും നല്ല സൈസ് മരങ്ങളാട്ടോ. നല്ല പ്രായമുള്ള മരമാണ്. ഏകദേശം എത്ര പ്രായമൊക്കെ കാണും ഷൗക്കത്ത് ഇത്? ഇപ്പൊ നമ്മൾ ആ 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ബാച്ചാണ്. 384 ഉള്ളിലുള്ള ബാച്ചുകളാണ് കംപ്ലീറ്റ്. നമ്മൾ എല്ലാ മാവുകളും നമ്മളിതിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സൂപ്പർ ക്യൂവിന് ഇതിന്റെ തൊട്ട് മുകളിൽ നമുക്കൊരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിൽ ഇപ്പൊ ഇത് വന്നു. കാരണം 4 വർഷം പൂർത്തിയായ ബാച്ചിൽ ഫ്ലവർ മാങ്ങയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ കൂടുതൽ ഇതിന്റെ കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണിക്കാം മുകളിൽ പോയിട്ട്. സൂപ്പർ ക്യൂവിനെ കുറിച്ച് ഒരു മാവുള്ള ആളുകൾ തന്നെയാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. നല്ല വെറൈറ്റി അല്ലേ? നല്ല വെറൈറ്റി എന്ന് പറയുന്നത്. ഇത് ഏത് വെറൈറ്റിയാ? ഇത് നാംഡോക് മൈ ഗോൾഡ് ആണ്. നാംഡോക് മൈ ഗോൾഡാ? അപ്പൊ ഈ ഇത് മരത്തിൽ നിറയെ കാശ് നിൽക്കുന്നുണ്ടല്ലേ? ഇതവിടൊക്കെ കാശ് നിൽക്കുന്നുണ്ടല്ലേ? നല്ല ബുഷ് പ്ലാന്റ് ആണ്. അതുപോലെ കടവണ്ണ കാണിച്ചേ. കടവണ്ണ കണ്ടോ? വലിയ കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സൂപ്പർ പ്ലാന്റുകളാട്ടോ. ഇതൊക്കെ തന്നെയല്ലേ? സെയിം പ്ലാന്റാ? ഇതിലെല്ലാത്തിലും കാശ് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് മൊത്തം നാംഡോക്ക് ആണോ? ഈ ഫുള്ള് നാംഡോക് മൈ ഗോൾഡ് ആണ്. ഇത് കംപ്ലീറ്റ് നാംഡോക്ക് ആണ്. നാംഡോക്കിന്റെ ഇത്രയും വലിയ സൈസുകളൊക്കെ നമ്മുടെ തങ്കയത്തിൽ അഗ്രോ ഫാമിലുണ്ട്. ഈ ഒരു വെറൈറ്റി മാത്രമല്ല കേട്ടോ. മാവിൽ എന്തെല്ലാം വെറൈറ്റി ഉണ്ട് അതൊക്കെ ഇവിടെ കിട്ടുക. അതൊക്കെ കാശ് നിൽക്കുന്ന പ്ലാന്റുകൾ ആവശ്യമുള്ള ആളുകൾ ഇവിടെ വരിക. അടിപൊളി പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെയൊക്കെ കാശ് നിൽക്കുന്നുണ്ട്. സൂപ്പർ പ്ലാന്റുകളാണ്. ഇത് സിന്ദൂരമാവ് കേട്ടോ. സിന്ദൂരമാവില് ഈ ഒരു ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റിൽ കാശ് നിൽക്കുന്നത് കണ്ടോ? നിറയെ കാശ് നിൽക്കുന്ന സിന്ദൂരമാവാണ് കാണുന്നത്. സിന്ദൂരമാവ് നാടൻ വെറൈറ്റിയിൽ ഒരു അടിപൊളി വെറൈറ്റി ആട്ടോ. ഇതിന്റെ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ അടുത്തുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഡ്രമ്മിലൊക്കെ അതേപോലെ ഒരു ഹെവി പ്ലാന്റ്. അതെ, മാങ്ങ കഴിച്ചിട്ട് കാശ് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ കാശ്. ഇതിലിപ്പോ ഈ പ്രാവശ്യം നമുക്ക് മാങ്ങ പഴുത്തത് ഞങ്ങൾ കഴിച്ചിട്ട് 2ാം വട്ടം വരുന്നതാണ് കേട്ടോ. മാങ്ങ ഉള്ളതും ഇല്ലാത്ത ഇതൊക്കെ നമ്മളിപ്പോ ഈ പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അത് കാരണം ഇപ്പോ നമുക്ക് ഈ പ്രാവശ്യം മാങ്ങ ആയിട്ടില്ല. നന്നായിട്ട് കായ്ക്കും. നല്ല ടേസ്റ്റുമാണ്. ശരിക്കും മാങ്ങ നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം, നല്ല റെഡിഷ് കളറും ഒക്കെയാണ്. അത് ചെറുതും വലുതും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഇതും സിന്ദൂരമാവാനാണ്. ഈ ടൈപ്പിലും ഉണ്ട്. പിന്നെ നല്ല പലതരത്തിലും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ വെറൈറ്റി ഏതാ ഫ്ലവർ? നമ്മുടെ തായ്ലൻഡ് ഓൾ സീസൺ എന്ന് പറഞ്ഞതാണ്. മാങ്ങ പിടിക്കുന്നുണ്ട്. പൂവ് കാര്യങ്ങളൊക്കെ എല്ലാ കമ്പലും ഉണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊരു ഡോർഫ് വെറൈറ്റി പെട്ടതാണ്. ലാൻഡ്സ്കേപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇതിന്റെ നല്ല ഹെവി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് നമ്മൾക്ക്. അത് 2 കൈ കൊണ്ട് പിടിച്ചാൽ പിടിയടങ്ങാത്ത അത്ര ഹെവി ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട്. പിന്നെ ചെറുതുകൊണ്ട്. ഇത് അത്ര ഇതിന്റെ ഒരു മികവ് നമ്മൾ പറയില്ല. മാങ്ങ ഉണ്ടാവും. അതുപോലെ തന്നെ കാണാൻ ഭംഗിയാണ്. മാവ് ഒരുപാട് വളർന്നു പോകില്ല. ലാൻഡ്സ്കേപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്കിത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. എന്ന് വെച്ച് ഇതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിന് മാങ്ങ അത്ര വലിയൊരു ഇതെനിക്ക് തോന്നിയിട്ടില്ല. ഒരു നാടൻ മാങ്ങന്റെ ഒക്കെ ഒരു വെറൈറ്റിയിലേ ഉൾപ്പെടുത്താൻ പറ്റൂ. കോട്ടർകോൺ നിറയെ പൂത്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിൽ കാഴ്ച ഉണ്ടായിരുന്നോ വേറെ ഏതെങ്കിലും പ്ലാന്റിൽ? നിറയെ കായുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി. ഇനിയിപ്പോ നമുക്ക് പൂവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി പോകില്ല. പിന്നെ കോട്ടർകോൺ എല്ലാവർക്കും അറിയുന്നത്. എല്ലാത്തിനും മേലൊക്കെ കണ്ടില്ലേ? നിറയെ പൂ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ നല്ലൊരു വെറൈറ്റി. കോട്ടർകോൺ ഒരു നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സ്റ്റോക്ക് ഉണ്ട്. കുറച്ചും കൂടെ ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു മാവല്. അതെ അതെ, അവരുടെ മാവാണ് ശരിക്കും. അവിടേക്കാണ് കാര്യമായിട്ട് പോവാറും. നമ്മുടെ കോട്ടയപ്പറമ്പൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും ഇപ്പൊ നമ്മളെ കോട്ടൂർക്കോണന്റെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിന്റെ വെറൈറ്റിയാണ്. പാലക്കാട് ആണ് തോന്നുന്നു ആസ്ഥാനം. ഇത് അതിന്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നീ ഒരു 9-10 മാങ്ങ നമ്മൾ കാണിച്ചു തോർക്കുന്നുണ്ടോ? അത് പഴുത്തു. നല്ല ടേസ്റ്റ് ആട്ടോ. അത് പഴുത്ത് നമ്മൾ അറുത്തതിന് ശേഷം അതേ മാവിൽ ഇതാ ഫ്ലവർ വരുന്നത്. അതാണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ. അതാണ് നമുക്ക് ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ളത്. ഒരു ഡ്രമ്മിനകത്തുള്ളത് ഏകദേശം 10ഓളം മാങ്ങ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോയിലുണ്ട് 15 ദിവസം മുമ്പ്. അത് നമുക്ക് പഴുത്ത് കിട്ടിയപ്പോൾ അതേ മാവിലാണ് ഇപ്പൊ ഈ ഫ്ലവർ ചെയ്യുന്നത്. അതേ പൂക്കോല കണ്ടില്ലേ?
നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റും പുഴുക്കേടൊന്നും വരാത്ത നല്ലൊരു നാടൻ വെറൈറ്റി മാങ്ങയാണിത്. ഓക്കെ. ഇത് മിയാസാക്കി വെറൈറ്റി അല്ലേ? അതെ അതെ, മിയാസാക്കി ഇപ്പൊ നമ്മൾ താഴെ കണ്ടില്ല, അതേപോലെ തന്നെ മിയാസാക്കിന്റെ എല്ലാ പൂത്തുലച്ച് നോക്കും. അവിടെയൊക്കെ മാങ്ങ വന്നത് എല്ലാ കമ്പും പൂത്തിട്ടുണ്ട് ഇത് കേട്ടോ. അവിടെ ഇതൊക്കെ പൂത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഇതായിരുന്നു. അതിലൊക്കെ ചെറിയ കുണ്ണിമാങ്ങ ആയി, ഇതാ ചെറിയ ചെറിയ മാങ്ങ പിടിച്ചു. ഇത് ഇവിടൊക്കെ ഉണ്ട്, ഉണ്ണിമാങ്ങ ഇവിടൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മാങ്ങ ആയ കഴിച്ച മാവുകളാണ് നമ്മള്. മിയാസാക്കിന്റെ ഈ മാവിൽ എല്ലായിടത്തും പൂ വന്നിട്ടുണ്ട്. നല്ല ചെറിയ മാങ്ങയും പൂവടക്കാണ് ഈ മാവ് നിൽക്കുന്നത്. മിയാസാക്കിന്റെ നല്ല പ്ലാന്റ് കേട്ടോ. ഇത്രയും നല്ല പ്ലാന്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരുപാട് പീസിലാണ് ഇത്. ഇഷ്ടം പോലെ ഒരുപാട് പീസുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ. അതെ, ഈ മുകളിൽ കാണുന്ന ഇത് മിയാസാക്കിയാണ്. നല്ല നിറയെ പൂത്ത് നിൽക്കുന്ന ഈ പോട്ടിനകത്തുള്ള ഇത് മിയാസാക്കിയാണ്. അതുപോലെ തന്നെ ഇത് ഈ മാങ്ങ പിടിച്ചു നോക്കാം, ഇതൊക്കെ മാങ്ങ പിടിച്ചു നോക്കാം. അതൊക്കെ മിയാസാക്കിയാ. ഇത് മിയാസാക്കിയാണ്. ഇതിൽ ഇവിടെ മാങ്ങ കേട്ടോ. അതൊക്കെ മിയാസാക്കി. അവിടെ എല്ലായിടത്തും ഉണ്ട്. അത് ഈ പ്ലാന്റിന്റെ സൈസ് ഉണ്ടോ? ഈ ചെറിയ പ്ലാന്റ് ഇത്രയും നല്ല കാഴ്ചക്കുന്നത്. എന്റെ ബാക്കിലുള്ള അത് മിയാസാക്കിയാണ്. ഇത് മിയാസാക്കിയാ. മിയാസാക്കി ഇതിൽ അത് ചെറുക്കമ്പ് നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ മിയാസാക്കി മാങ്ങ പിടിച്ചത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. ഇത് കിങ് ഓഫ് ചാക്കോബാത്ത്. കിങ് ഓഫ് ചാക്കോബാത്തിലെ കാഴ്ച കണ്ടത് എന്തൊരു സ്റ്റൈലിലെ കാഴ്ചക്കുന്നത്. ഇത് എവിടുന്ന കണ്ടിരുന്ന വരുന്നത്. അതെ, ഇവിടെ ലീഫ് ഇല്ലാണ്ട് ഈ കൊമ്പില് ഇങ്ങനെ കാഴ്ച കണ്ടില്ലേ. ഇത് ഇവിടെ ഇതിന്റെ തൊട്ടപ്പുറത്തൊക്കെ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കും. മുകളിലുണ്ട്, അത് മുകളിലൊക്കെ മാങ്ങ പിടിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ താഴെ കാണിച്ചല്ലോ കിങ് ഓഫ് ചാക്കോബാത്ത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഇവിടെ വലിയ മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന ആ മാവ് തന്നെയാണ്. ഇതിന്റെ ഇനി വേറെയുണ്ട്. ഇത് നോക്ക്, ഇതൊക്കെ എത്ര ചെറിയ ചെറിയ പ്ലാന്റുകളാണ്. ഇതിലുണ്ട് മാങ്ങ പിടിച്ചതാണ്. അതൊക്കെ മാങ്ങ പിടിച്ചു. വളരെ ചെറുതിലെ കായ്ക്കുന്ന ഓരോ വെറൈറ്റികളാണ് ഇതൊക്കെ. നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ് അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് വെറൈറ്റി പരിചയപ്പെട്ട്. ഇത് ഏത് വെറൈറ്റിയാ? ഇത് ബനാന മാവാണ്. നമ്മുടെ ബനാന മാവ് നേരത്തെ താഴെ നമ്മൾ ജംബോ പ്ലാന്റ് കണ്ടില്ലേ, അതെ, അതിന്റെ നേരെ താഴെയുള്ള പ്ലാന്റുകളാണ്. ഇത് ഏകദേശം ജംബോ പ്ലാന്റ് തന്നെയാണല്ലോ അല്ലെ? ഹെവി പ്ലാന്റ് തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല പൊക്കമുള്ള കടവണ്ണൊക്കെ ഉള്ള സൂപ്പർ പ്ലാന്റ് തന്നെയാണ്. അപ്പൊ ഇതിലും വലുതും ഉണ്ട് നമ്മുടെ അടുത്ത്, ചെറുതും ഉണ്ട് അല്ലെ? അതുകൊണ്ട് ചെറുതുണ്ട് വലുതുണ്ട്. ഫ്ലവർ ഒന്നതൊക്കെ ഉണ്ട്. നമുക്കൊരു 1000 റുപ്പീസ് അല്ല, ഒരു 750 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നാംഡോക്ക് വെറൈറ്റി ആട്ടോ. നാംഡോക്കില് നല്ല പ്ലാന്റ് ആണ്. കടവണ്ണൊക്കെ നല്ല സെറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വലിയ മാവാണ്. വലിയ പ്ലാന്റിന് നേരെ താഴെ വരും. ഹെവി പ്ലാന്റ് നേരെ താഴെ വരുന്നത്. ഇതിന്റെ വലുത് നമ്മുടെ അടുത്തുണ്ട്, ഹെവി ഉണ്ട്, ചെറുതും നമ്മുടെ അടുത്തുണ്ട്. മാവിന്റെ എത്ര വെറൈറ്റീസ് നമുക്കൊരു 10-40ഓളം വെറൈറ്റി നാടനും പിന്നെ ഹൈബ്രിഡും ഒക്കെ പാടെ ചേർത്ത് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ ഇത് നമുക്ക് അപ്പുറത്ത് നേരത്തെ കണ്ട അതേപോലെ തന്നെ ആ ബനാനന്റെ ബാലൻസ് ആണ്. എല്ലാതും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഇത് ഇത് കണ്ടത് നമ്മുടെ സൂപ്പർ ക്യൂനാണ്. ഇത് നാംഡോക്ക് മാവാട്ടോ. ഫ്ലവർ വന്നിട്ടുള്ള സൂപ്പർ പ്ലാന്റുകളാണ്. കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഹെവി പ്ലാന്റുകളാട്ടോ. മേലക്കൊക്കെ ബുഷ് ആയിട്ടുള്ള നിറയെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളായി കാണുന്നതൊക്കെ ഒരു അടിപൊളി മാവുണ്ടോ. 4 kg എന്നറിയപ്പെടുന്ന മാവട്ടോ. അതിന് ലീഫൊക്കെ ആണല്ലേ സൂപ്പർ. ഒരു വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല മാങ്ങയും കഴിക്കുക. അതിന്റെ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വരുന്ന വഴിയിലൊക്കെ ഈ കാണുന്നതൊക്കെ 4 kg മാവാട്ടോ. നല്ല ബുഷ് ആയിട്ടുള്ള സ്റ്റൈല മാവുണ്ടല്ലേ, സൂപ്പർ പ്ലാന്റ്. ഇത് നോക്കാം, ഇവിടെ അവൻ ബായി നിൽക്കുന്ന അവിടെയൊക്കെ നോക്കാം, നല്ല ഒരടിയിൽ നിന്ന് ബുഷായതാ. ഇത് നമ്മൾ പ്രൂൺ ചെയ്തതല്ല, അത് ഇതിന്റെ സ്വഭാവം അങ്ങനെ തന്നെ കേട്ടോ. ഇങ്ങനെ വരുന്നതാണ്, ഇതിങ്ങനെ ബുഷായി വരുന്ന വെറൈറ്റി. ഈ കായ പിടിച്ചിട്ടുള്ള മാവ് ഏതാണ്? ഒരുപാട് നിറയെ കായ പിടിച്ചിട്ടുണ്ടല്ലോ. ഇത് സൂപ്പർ ക്യൂൺ. സൂപ്പർ ക്യൂ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചതിന്റെ. അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി ഫ്ലവർ വന്നിട്ടുള്ള കായപിടുത്തം വന്നിട്ടുള്ള മാവുകൾ നിങ്ങൾക്ക് വേണോ എങ്കിൽ തങ്കത്തിൽ അഗ്രോ ഫാമിൽ വരിക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇത് ഏതാണ്ട് 4 വർഷം. ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റുകൾ. ഇതിപ്പോ നമ്മുടെ കണ്ട സൂപ്പർ ക്യൂൻ അതേ ബാച്ചിൽ തന്നെ ഉള്ളതാണ്. അതുപോലെ തൊട്ടിപ്പുറത്ത് ഇത് കണ്ടോ, ഇതൊക്കെ സൂപ്പർ ക്യൂണിൽ പെട്ടാട്ടോ. ഹെവി പ്ലാന്റ് ആണ്, അടിപൊളി. നല്ല കടവണ്ണൊക്കെ വലിയ കേട്ടോ. സൂപ്പർ പ്ലാന്റ് കേട്ടോ. 2 കൈ കൊണ്ട് പിടിക്കണം. അത്രയും വലിയ വലിയ പ്ലാന്റുകൾ നിറയെ നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട്. കിങ് ഓഫ് ചക്കോബാത്തിന്റെ അടിപൊളി പ്ലാന്റുകൾ കാണിക്കുന്നത്. കിങ് ഓഫ് ചക്കോബാത്ത് മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല സൈസും ഉണ്ട്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് കഴിച്ചതാണ്, അതുകൊണ്ട് അത്രയും ഉറപ്പ് വരുന്നത്. അപ്പൊ അത്രയും നല്ല പ്ലാന്റുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. സിന്ദൂരം മാവാണ് കാണുന്നത്. കാഴ്ചകൊണ്ട് നിൽക്കുന്നത് നമ്മൾ നേരത്തെ വലുത് കാണിച്ചില്ല, അതിന്റെ നേരെ താഴെയുള്ള പ്ലാന്റുകളാണ്. ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, ഫ്ലവർ ഒക്കെ ചെയ്ത്. അതുപോലെ നീലന്റെ ഇതിന്റെ താഴെയൊക്കെ വരുന്ന പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ നാടൻ വെറൈറ്റി അല്ലേ? അത് നാടൻ വെറൈറ്റിയാണ്. അതൊക്കെ നമ്മൾ നാടൻ വെറൈറ്റി പെടുന്നതാണ്. പിന്നെ അത് ഹിമാം ബസന്ത്. ഇതൊക്കെ ഇതിന്റെയൊക്കെ വലിയ പ്ലാന്റും ഉണ്ട്, ചെറിയ പ്ലാന്റും ഉണ്ട്. ഹിമാം ബസന്ത് ആണ് ഇപ്പൊ ഈ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവിധ വെറൈറ്റികളും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ.